കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഹൃദയ രക്ത സംക്രമണ വ്യവസ്ഥ. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ പൾമണറി സിസ്റ്റം, ശ്വസനവ്യൂഹം, ശ്വാസകോശ വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, അതോടൊപ്പം തന്നെ സംവേദനങ്ങൾ അറിയപ്പെടുന്ന സെൻസ് ഓർഗൻസ്. ഇതൊക്കെ ഓരോ വ്യവസ്ഥകളാണ്. ഈ വ്യവസ്ഥകളൊക്കെ നാം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും അത്ഭുതകരമായി ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വ്യവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ ചിത്രത്തിൽ കാണാൻ പോകുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞത് കാണുന്നുണ്ടോ? മനുഷ്യ ശരീരത്തിലെ മനോഹരമായ വ്യവസ്ഥയാണ്. നമുക്ക് പെട്ടെന്ന് ഇത് കാണാൻ പറ്റൂല. മനുഷ്യന്റെ ശരീരം എടുത്ത് അതിന്റെ മാംസങ്ങൾ മുഴുവൻ എടുത്തു മാറ്റണം, മാംസം മുഴുവൻ എടുത്തു മാറ്റണം, പിന്നെ എല്ലുകൾ മുഴുവൻ എടുത്തു മാറ്റണം, രക്തക്കുഴലുകൾ കംപ്ലീറ്റ് എടുത്തു മാറ്റണം. അത്രയും മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാണുന്ന വ്യവസ്ഥ ഇറ്റ്സ് കോൾഡ് നെർവസ് സിസ്റ്റം. നാഡീ വ്യവസ്ഥ എന്നാണ് ഇതിന്റെ പേര്. നാഡികളാണ് കാണുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ ബ്രെയിനിൽ നിന്നും പുറപ്പെടുന്ന 12ഓളം നാഡികളുണ്ട്. ക്രേനിയൽ നെർവ്സ് എന്ന് പറയും. 12 പെയർസ് ആണ്. രണ്ട് സൈഡിലുമായിട്ട് 12 ജോഡി നാഡികൾ ഇങ്ങനെ വന്നിട്ട് പല ഭാഗത്തേക്ക്, കണ്ണിലേക്ക്, മൂക്കിലേക്ക്, ചെവിയിലോട്ട്. ഇവിടെ എവിടെ നിന്നൊക്കെ സ്റ്റിമുലേഷൻസ് വരുന്നുണ്ടോ ബ്രെയിൻ അത് മനസ്സിലാക്കും. കേൾക്കുന്ന ശബ്ദം ഉടനെ തിരിച്ചറിയും. അതിങ്ങനെ കൈ ഇങ്ങനെ ഞൊട്ടിയ ശബ്ദമാണ്, ഒരു പാത്രം വീണ ശബ്ദമാണ്. കേൾക്കുന്നതിലാണ് ആ നാഡികൾ വലിച്ചു കൊണ്ടുപോയിട്ട് ബ്രെയിനിൽ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന ശബ്ദമാണ്. ഒരാളുടെ ശബ്ദം കേട്ടാൽ ഇന്ന ആളുടെ ശബ്ദമാണ്. ജീവിതത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത ഒരാളുടെ ശബ്ദം കേൾക്കാൻ പറ്റും. ആരാണെന്ന് മനസ്സിലാവില്ല. കേൾക്കുന്നത്, കാണുന്നത്, സംസാരിക്കുന്നത്, അനുഭവിക്കുന്നത്, രുചികൾ, സ്പർശിക്കുന്നത്, ഇതൊക്കെ നമുക്ക് സംവേദനം എന്ന രീതിയിൽ വേദ്യമാക്കുന്ന നാഡികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ചില സംവേദനങ്ങൾ സന്തോഷകരമാണ്, ചില സംവേദനങ്ങൾ ഭയങ്കര ഇറിറ്റേഷനാണ്. നോക്കൂ, ഒരു അലൂമിനിയം ബക്കറ്റ് എടുത്തിട്ട്, ഒരു അലൂമിനിയത്തിന്റെ ഒരു ബക്കറ്റ് എടുത്ത് ഒരു പാറക്കല്ല് കൊണ്ടുവന്ന് ഞാൻ അതിലിങ്ങനെ ഉരസിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കാം. കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഒരു അലൂമിനിയം ബക്കറ്റിന്റെ പാറക്കല്ലുകൊണ്ട് രസന ശബ്ദം കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവില്ലേ കേൾക്കാനായിട്ട്? എന്നുണ്ടാവും, പല്ല് പൊളിക്കും അല്ലെ? കേൾക്കുമ്പോൾ പല്ല് പൊളിക്കുന്ന കാണാൻ പറ്റും. ചില ശബ്ദങ്ങൾ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എന്താണെങ്കിലും ഒരു മനുഷ്യനുമായി അടുപ്പിക്കുന്നതും അകൽച്ചയിലേക്ക് നയിക്കുന്നതും ഈ സാധനമാണ്, നെർവസ് സിസ്റ്റമാണ്. ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ചില സന്തോഷങ്ങളായും ചില വിഷയങ്ങൾ പ്രയാസകരമായും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അനുഭവവേദ്യമാകുന്നത്. ഒരു ബസ്സിൽ ഞാൻ ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കുക. നല്ല തിരക്കുള്ള ബസ്സിൽ എവിടെയോ ഒന്ന് കമ്പിയിൽ താങ്ങി പിടിച്ച് എന്റെ സൈഡ് ഏതെങ്കിലും ഒരു സീറ്റിനോട് ചേർത്ത് നിർത്തി ഒന്ന് ആയാസരഹിതമായി നിൽക്കാനുള്ള എന്റെ ആഗ്രഹത്തിന്റെ അങ്ങേയറ്റത്തെ ശ്രമം, അതിങ്ങനെ ബസ്സിൽ കമ്പിയിൽ പിടിച്ച് തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന രംഗം. നല്ല തിരക്കാണ്. ഇടയ്ക്ക് ബസ് എവിടെയോ നിർത്തി ആരോ ഒരാൾ ഇങ്ങനെ കയറി വരുന്നത് പോലെ തിക്കും തിരക്കും അനുഭവിച്ചപ്പോൾ മനസ്സിലായി ഇങ്ങനെ കടന്ന് നമ്മുടെ സൈഡിലൂടെ കടന്നുപോയി. പക്ഷെ അയാൾ കടന്നു പോയപ്പോ അല്പം അങ്ങോട്ട് നീങ്ങിയിരുന്ന എന്റെ കാലിൽ ബൂട്ടിട്ട് ഷൂ ഇട്ട് ചവിട്ടി വേദന എടുപ്പിച്ചിട്ടാണ് അയാൾ പോയത്. വേദന അങ്ങ് സഹിക്കാനാവുന്നില്ല. ദേഷ്യം ഇങ്ങനെ വന്നു. ഇയാള് എന്താ ചെയ്യണ്ട? ഇങ്ങനെ തിരിഞ്ഞങ്ങ് നോക്കുമ്പോ കാണാം ഒരു കണ്ണ് കാണാത്ത മനുഷ്യനാണ്. കാഴ്ചശേഷി ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ കടന്നു പോയത്. അപ്പോൾ നമുക്ക് എന്താ തോന്നുക? ആദ്യത്തെ ദേഷ്യം കൂടുവോ? ആ ദേഷ്യം പോകുമോ? എന്താ പറയാ? ദേഷ്യം പോകും അല്ലെ? അപ്പൊ രണ്ട് കേസിലും സംഭവം അവിടെ സത്യം സംഭവിച്ചിട്ടുണ്ട്. ഇല്ലേ? ഇല്ലായിക്കില്ല. ആ തിരക്കുള്ള ബസ്സാണ്, പ്രയാസപ്പെട്ടാണ് നിൽക്കുന്നത്. ഒരാൾ തിക്കും തിരക്കുണ്ടാക്കി കയറി വന്നിട്ടുണ്ട്. അയാൾ നമ്മുടെ കാലിൽ ചവിട്ടിയിട്ടുണ്ട്. ചവിട്ടിയപ്പോൾ നമുക്ക് വേദന എടുത്തിട്ടുണ്ട്. വേദനിച്ചപ്പോൾ നമുക്ക് ദേഷ്യം വന്നു. അത് സത്യമാണ്. അതേ സാഹചര്യത്തിൽ തിരിഞ്ഞു നോക്കി അയാൾക്ക് കണ്ണ് കാണില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴോ ആ ദേഷ്യം പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പ്രശ്നമല്ല നമ്മുടെ ഇഷ്യൂ. ആ പ്രശ്നത്തെ ഞാനും നിങ്ങളും നോക്കിക്കാണുന്ന വീക്ഷണകോണാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും. ആരെങ്കിലും നമ്മെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടാൽ ആ കേൾക്കുന്ന കേൾവി ഒരു പ്രശ്നം തന്നെയാണ്. അത് നമുക്കും എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കും. അതിന് മറ്റൊരു ആംഗിളിലൂടെ നോക്കിക്കണ്ടാൽ അല്ല, അങ്ങനെ പറയാൻ കാരണം ഉണ്ടാവും. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ എന്തൊരു വിഷയം വന്നപ്പോൾ മുപ്പരെ പറ്റി ഇങ്ങനെ പരാമർശം കൊടുത്തിട്ട് അറിഞ്ഞില്ലേ, ആ പ്രയാസത്തിലാണ് പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് അവരുടെ ദേഷ്യം മാറും. അപ്പോൾ പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന വീക്ഷണകോൺ മാറ്റിക്കഴിഞ്ഞാൽ ബന്ധങ്ങൾ അങ്ങനെ അത് കാത്തു സൂക്ഷിക്കാൻ പറ്റും. വീക്ഷണകോൺ മാറ്റുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന സാധനമാവില്ല. ഒന്ന് ചരിഞ്ഞിട്ട് സൈഡിൽ കൂടെ നോക്കുമ്പോൾ വേറൊന്ന് കാണും. ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആ കാണുന്ന തെങ്ങൊന്ന് നോക്കിയാൽ ആ ബിൽഡിങ്ങിന്റെ ജനലിനോട് ചേർന്ന് നിന്ന് നോക്കിയാൽ തെങ്ങിന്റെ നല്ലൊരു ഭാഗം കാണാൻ പറ്റും. കുറെ അകലെ നിന്നിട്ട് നോക്കിയാൽ തേങ്ങ മാത്രമേ കാണുള്ളൂ, മണ്ട മാത്രമേ കാണുള്ളൂ അല്ലെ, മുകൾ മാത്രമേ കാണുള്ളൂ. അപ്പൊ തെങ്ങിനെ അങ്ങനെ വ്യാഖ്യാനിക്കാനാവില്ല. അത് അവിടെ നിന്ന് നോക്കണം, അടുത്ത് വന്ന് നോക്കണം, അടുത്ത് വന്നിട്ട് താഴോട്ട് നോക്കണം, താഴ്ന്നിട്ട് മേപ്പോട്ട് നോക്കണം. ഇങ്ങനെ പല ആംഗിളിൽ നോക്കുമ്പോൾ സാധനം എന്താണെന്ന് വ്യക്തമാവും. കേൾക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ പോകുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന്റെ വിധിയെ തീരുമാനിക്കുന്നതിൽ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പങ്കുണ്ട്.
കുടുംബ ബന്ധം നിലനിർത്താത്തവർ എഴുന്നേറ്റ് പോകൂ, പ്രാർത്ഥന തുടങ്ങാൻ പോവുകയാണ് എന്ന് ഹദീസുകളിൽ കാണാം. പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുന്നേ, ദുആ ചെയ്യുന്നതിന് മുന്നായിട്ട് കുടുംബ ബന്ധം നിലനിർത്താത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റ് പോകൂ. റഹ്മത്തിന്റെ മലക്കുകൾക്ക് അത് തടസ്സമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ പറ്റും. അത്രത്തോളം ആ മനസ്സിൽ പകദൂഷിക്കുന്നവർക്ക് വലിയ പ്രയാസം മറ്റുള്ളവരുടെ ജീവിതത്തിലും അവരുടെ സാന്നിധ്യം പോലും വലിയൊരു ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതിൽ തടസ്സമാകുമെന്ന വ്യക്തമായ സൂചന മതം ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ വിധിയെ തീരുമാനിക്കുന്നതിൽ അവന്റെ വീക്ഷണകോണുകൾക്ക് പങ്കുണ്ട്. അവന്റെ വീക്ഷണകോൺ എന്നത് എന്താണ്? അവന്റെ ചിന്തകളാണ് വാക്കുകളായി മാറുന്നത്. വാക്കുകൾ പ്രവർത്തനങ്ങളായി മാറും. പ്രവർത്തനങ്ങൾ തുടർച്ചയാകുമ്പോൾ ശീലങ്ങളാകും. ശീലങ്ങൾ കുറെ കഴിയുമ്പോൾ സ്വഭാവമാകും. സ്വഭാവം പിന്നെ മാറ്റാൻ പ്രയാസമാണ്. അതെന്തായി മാറും? സ്വഭാവം പിന്നീട് നമ്മുടെ വിധിയെ തീരുമാനിക്കും. തോട്ട്സ് അല്ലെങ്കിൽ ചിന്തകൾ വേർഡ്സ് ആയി മാറും. വേർഡ്സ് പിന്നീട് ആക്ഷൻസ് ആവും. വളരെ അടുത്ത കാലഘട്ടങ്ങളിലുള്ള പഠനങ്ങളിൽ പറയുന്നത് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്ന ആളുകൾ, ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്കുകളിലൂടെയുള്ള സൂചന ആർക്കെങ്കിലും അതിന് മുന്നേ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടാകും. എന്തിനാ ജീവിച്ചിരുന്നിട്ട് ജീവിതമൊക്കെ മടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂചന എപ്പോഴെങ്കിലും കൊടുക്കാതെ ഒരു വ്യക്തിയും ജീവിതം അവസാനിപ്പിക്കുന്നില്ലെന്നാണ്. കൊടുത്തത് ചിലപ്പോൾ മാസങ്ങൾക്ക് മുന്നായിരിക്കാം, പക്ഷെ വാക്കുകളിലൂടെ അത് പുറത്തു വന്നിട്ടുണ്ടാകും. വാക്കുകൾ പിന്നീട് പ്രവർത്തനങ്ങളായി മാറും. പ്രവർത്തനങ്ങൾ തുടർച്ചയാകുമ്പോൾ ശീലങ്ങളാകും. ഹാബിറ്റ്സ് ശീലങ്ങളാണ്. ശീലങ്ങൾ പിന്നീട് കുറെ കഴിയുമ്പോൾ സ്വഭാവമാകും. സ്വഭാവം നമ്മുടെ വിധിയെ തീരുമാനിക്കും. ഈ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാനുള്ളത്, ഈ ചിന്തിപ്പിക്കുന്ന അവയവം നമ്മുടെ ശരീരത്തിൽ എന്താണ്? ആർക്കെങ്കിലും പറയാമോ? നമ്മളിങ്ങോട്ട് ചിന്തിപ്പിക്കുന്ന അവയവം ഏതാണ്? ആർക്കെങ്കിലും പറയാം? നമ്മൾ ചിന്തിപ്പിക്കുന്ന അവയവം ഏതാണ്? ആർക്കെങ്കിലും പറയാമോ? ഇത് കിഡ്നിയാണോ? ലിവർ? ബ്രെയിൻ ആണ് അല്ലേ? തലച്ചോറാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരിയാണ്. പക്ഷേ തലച്ചോറിനെ കൂടാതെ ഒരു മനുഷ്യനെ അവന്റെ ചിന്തയിലേക്ക് നയിക്കുന്ന രണ്ട് അവയവങ്ങളെ സയൻസ് ഇന്ന് എടുത്തു പറയുന്നു. ഒന്ന് ഹൃദയം, രണ്ട് തലച്ചോറ്. ഇത് രണ്ടും നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ്. നമ്മൾ മനസ്സിലാക്കാം ചിന്തിക്കുമ്പോൾ എല്ലാം ഇവിടെ നിന്നാണ്. പക്ഷെ നോക്കൂ, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചോ എന്നൊക്കെ പറയാറില്ലേ? ഇവിടെ വെച്ചാലും ചിന്ത വരും. ചിന്ത ഇവിടെ നിന്നുണ്ട്. രണ്ടും ചിന്തിപ്പിക്കുന്നു ലേറ്റസ്റ്റ് സ്റ്റഡീസ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചില പ്രഖ്യാപനങ്ങളെ ശാസ്ത്രീയാടിസ്ഥാനത്തിൽ കൃത്യമായ തർബീയത്തോട് കൂടിയിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങൾക്കുണ്ട്. അതിന് പറ്റുന്ന ആളുകൾ കൂടെ ഉണ്ട്. അങ്ങനെ റിസർച്ച് ചെയ്യുന്ന സിസ്റ്റത്തിലൂടെ ഞങ്ങൾ ഇത് മനസ്സിലാക്കിയപ്പോൾ കാണാം, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അവർ ചിന്തിക്കുന്നില്ല. സൂറത്തുൽ അഅറാഫ്. ഹൃദയം ചിന്തിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടെന്ന് 1400ഓളം വർഷങ്ങൾക്ക് മുന്നേ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് സയൻസ് പറയുന്നത് ചിന്തിപ്പിക്കുന്നതിൽ ഹൃദയത്തിന് പങ്കുണ്ടെന്നാണ്. അപ്പൊ എന്താണ് ഡിഫറൻസ്? വാട്ട്സ് എ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ തോട്ട് പ്രോസസ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദ ബ്രെയിൻ? ഇത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹൃദയവും തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം ചിന്തയുടെ വിഷയത്തിൽ എന്താണ്? ഹൃദയത്തിൽ നിന്നുള്ള ചിന്ത നോക്കൂ, അത് ബിലീഫ്, മൊറാലിറ്റി, ധാർമ്മികത, വിശ്വാസ പ്രമാണങ്ങൾ, ഇതൊക്കെ ഹൃദയത്തിൽ നിന്നാണ്. അതേസമയം യുക്തിപരമായ ചിന്തകൾ, അവസരവാദപരമായ ചിന്തകൾ, ഇതൊക്കെ തലച്ചോറിൽ നിന്നാണ്. തലച്ചോറിൽ നിന്നും പുറത്തു വരുന്ന ചിന്തയുടെ ഫലമായി നാം പറയുന്ന കാര്യങ്ങൾ നാളെ മാറ്റി പറയേണ്ടി വരും. തലച്ചോറിലെ ചിന്തയുടെ ഫലമായി നാം പറയുന്ന കാര്യങ്ങൾ യുക്തിപരമായത് കൊണ്ട് മാറ്റി പറയേണ്ടി വരും. ഇന്ന് ഇവരോട് കൊടുക്കും, നാളെ വേറെ ആളുടെ കൂടെ നിൽക്കും. ഇന്ന് ഇവരോട് നിന്നിട്ട് നാളെ അവിടെ പോയിട്ട് അയാൾ പറഞ്ഞ വെറുതെ ഞാനന്നങ്ങനെ വെറുതെ സമ്മതിച്ചെന്നുള്ളൂ എന്ന് പറയും. അവസരവാദം. രണ്ട് യുക്തി. യുക്തിക്കനുസരിച്ച് അതിനിപ്പോ എന്താ കുഴപ്പം? വല്ലപ്പോഴും ഒരു കഞ്ചാവ് വലിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് പോലെ യുക്തിപരമായ ചിന്തകളാണ്. ഇതൊക്കെ തലച്ചോറിൽ നിന്നാണ്. മറ്റു ചിന്ത ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്നുള്ള ചിന്ത എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്ത് സംഭവിച്ചാലും ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ അങ്ങനെയൊന്നും ആവില്ല. കല്യാണം വിളിച്ച് സമയം കിട്ടില്ലേ, 3 ദിവസമുള്ള കല്യാണത്തിന് ഇപ്പോഴാണോ കല്യാണം വിളിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നല്ല തിരക്കുകൾ, പ്രശ്നമില്ല. അയാളെ അവസ്ഥ അറിഞ്ഞൂടെ? എത്ര സ്ഥലത്ത് വിളിക്കാനുണ്ടാവും. നമ്മളൊക്കെ കല്യാണമൊക്കെ വലിയ നടത്തുകയും കണ്ടതൊക്കെ അല്ലേ? ആ തിരക്ക് എന്താ നമ്മളെ വിളിച്ചില്ലേ, അപ്പൊ പോവല്ലേ എന്ന് നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഹൃദയമാണ്. ഞായറാഴ്ച കല്യാണം, ഇന്നിപ്പോ ബുധനാഴ്ച, ഇവിടെ കല്യാണം വിളിക്കുന്നത്. ഇത് ഈ ചിന്ത നമ്മെ പ്രേരിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. തലച്ചോറിൽ നിന്നുള്ള ചിന്ത പ്രശ്നമാണ്. ബ്രെയിൻ ഓൾവേസ് സീക്സ് പ്രോബ്ലംസ്. തലച്ചോറ് എപ്പോഴും പ്രശ്നം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഹൃദയം, ഹാർട്ട്, ഓൾവേസ് സീക്സ് വിസ്ഡം. നന്മ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഹാർട്ട്. പ്രശ്നം അന്വേഷിക്കുന്ന ആളാണ് ഹൃദയം. ബ്രെയിൻ, തലച്ചോറ്. തലച്ചോറിന് എപ്പോഴും പ്രശ്നങ്ങളാണ് വേണ്ടത്.
100 ആളുകൾ ഒരാളെ പറ്റി നല്ലത് പറഞ്ഞു, 101ാമത്തെ ആളെ പറ്റി മോശം പറഞ്ഞാൽ ആ മോശം പറഞ്ഞതിന്റെ കൂടുതൽ ആഴത്തിൽ പോകാൻ നമുക്കൊരു പ്രേരണ ഉണ്ടാവും. അത് നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മെ കൊണ്ട് ഇതൊക്കെ ചിന്തിപ്പിക്കുന്ന അവയവങ്ങളെ മനസ്സിലായി ആ അവയവങ്ങൾ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് അവയെ നിയന്ത്രിക്കാൻ ഞാനും നിങ്ങളും പഠിച്ചാൽ ബന്ധങ്ങൾ നിലനിൽക്കും. സാധാരണ ബന്ധം പോലെ അല്ല കുടുംബ ബന്ധം, സുഹൃത്ത് ബന്ധം പോലെ അല്ല കുടുംബ ബന്ധം. അത് സുഹൃത്ത് ബന്ധത്തിൽ സംഭവിച്ചാലും കുറച്ച് പരിഹാരമുണ്ട്. കുടുംബ ബന്ധത്തിൽ വല്ലതും സംഭവിച്ചു പോയാലോ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. പ്രാർത്ഥനകൾക്ക് പോലും ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു സദസ്സിനെ മാറ്റാൻ കുടുംബ ബന്ധം നിലനിർത്താത്ത ഒരു മനുഷ്യന്റെ സാന്നിധ്യം കൊണ്ട് പോലും പറ്റുമെന്ന ഗൗരവതരമായ വിഷയം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അപ്പൊ തലച്ചോറിൽ നിന്നുള്ള ചിന്ത അത് യുക്തിപരമാണ്, ഹൃദയത്തിൽ നിന്നുള്ള ചിന്ത അത് ധാർമ്മികത, മൊറാലിറ്റി, ബിലീഫ്, വിശ്വാസം, ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ. അപ്പൊ നോക്കുക, നമ്മളുടെ യാത്ര എപ്പോഴും ഇതുപോലെ ആയിരിക്കും. ഇങ്ങനെയുള്ള യാത്ര ചെയ്യേണ്ടത്. ജീവിതമാകുന്ന റോട്ടിലൂടെ സുന്ദരമായ സവാരി നടത്തുമ്പോൾ ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലും ആയിരിക്കും. തലച്ചോറ് പുറകിൽ വേണോട്ടോ, ഉണ്ടാവണം. കാരിയറിൽ തലച്ചോറ് ഉണ്ടാവണം. സൈക്കിൾ ചവിട്ടുന്ന ആളായിരിക്കണം, ഹൃദയമായിരിക്കണം. ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലുമായിക്കൊണ്ടുള്ള യാത്രയാണെങ്കിൽ നമുക്ക് ശത്രുക്കളില്ല. എത്ര വലിയ ശത്രുവും നമ്മുടെ മിത്രമാവും. ഇനി തലച്ചോറ് മുന്നിലും ഹൃദയം പുറകിലും ആയാലോ? ഹൃദയം പുറകിലാകുന്നവരുണ്ട്, ഹൃദയം ഇല്ലാത്തവരുണ്ട്. അത് പുറകിലായാൽ ഏത് വിഷയവും നമ്മളുടേതായ ഒരൊറ്റ വീക്ഷണ കോണിലേ ഞാൻ നോക്കുള്ളൂ. വേറെ ഒരു ന്യായവും നീതിയും അതിന്റെ വിശദീകരണവും പിന്നെ ജസ്റ്റിഫിക്കേഷൻസും ഒന്നും എന്നെ ബാധിക്കില്ല. എനിക്കത് മനസ്സിലായിട്ടുണ്ട്. എന്നെ ആരോട് പറയണ്ടേ, ഞാൻ അങ്ങനെ തന്നെ, ഞാൻ നന്നാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലും ആകണം. ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലും വരുന്ന മക്കൾ ഒരിക്കലും നമുക്കെതിരാവില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടും മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അവരാരും ഞങ്ങളെ പോലുള്ള ആളുകളെ കൺസൾട്ട് ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകളൊന്നുമല്ല. മറിച്ച് വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായി, മക്കളൊക്കെ വലുതായി, എന്നിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങൾക്ക് മക്കൾ തന്നെ വേണ്ടിയിരുന്നില്ല, മക്കൾ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരുപാട് മാതാപിതാക്കൾ എന്റെ കൺസൾട്ടേഷൻ റൂമിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. എന്നാൽ മക്കളില്ല, ഒരുപാട് നാളായി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഒരാളും എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ പരിഹാരം കൊടുക്കേണ്ട സ്പെഷ്യലിസ്റ്റ് അല്ല ഞാൻ. മറിച്ച് മക്കളുടെ പ്രശ്നങ്ങൾ കൊണ്ട് പരാതിയുമായി കൊണ്ട് വരുന്ന എത്രയോ മാതാപിതാക്കളാണ്. മക്കളുടെ ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലാണോ? നമുക്ക് പേടിക്കാനില്ല. മക്കളുടെ തലച്ചോറ് മുന്നിലും ഹൃദയം പുറകിലാണോ? ഒരുപാട് ഭയക്കാനുണ്ട്. അങ്ങനെ വരുമ്പോ എന്തുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ തലമുറകളുടെയും തലച്ചോറ് മുന്നിലും ഹൃദയം പുറകിലുമാകുന്നത്? ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലുമാകാൻ എന്താ ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ തന്നാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മക്കളും അവന്റെ രക്തവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നമ്മുടെ മക്കളും നമ്മുടെ രക്തവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അല്ലേ? എന്തേ ഉള്ളൂ അല്ലേ? നമ്മുടെ മക്കൾ നമ്മുടെ രക്തമാണ്. അങ്ങനെ വരുമ്പോ ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം അവന്റെ രക്തവുമായി കണക്റ്റഡ് ആണ്. ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം അവന്റെ രക്തവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. എങ്ങനെ രക്തവുമായിട്ട് കണക്റ്റഡ് ആകുന്നത്? കഴിക്കുന്ന ഭക്ഷണം രക്തത്തിൽ എത്തിച്ചേരുക. നിങ്ങൾ എന്ത് കഴിച്ചാലും ആത്യന്തികമായി രക്തത്തിൽ എത്തിച്ചേരും. ഏത് ഭക്ഷണം കഴിച്ചാലും ആത്യന്തികമായി അത് രക്തത്തിൽ എത്താൻ എടുക്കുന്ന സമയം കഴിച്ച സമയം മുതൽ 8 മണിക്കൂറാണ്. എന്ത് കഴിച്ചാലും 8 മണിക്കൂറുണ്ട്. ആദ്യം കഴിച്ച ഭക്ഷണം ഏതാണ്ട് 4 മണിക്കൂർ മുതൽ 6 മണിക്കൂറുകൾക്കുള്ളിൽ ആമാശയത്തിൽ ദഹനം കഴിഞ്ഞിട്ട് അത് ചെറുകുടലിലേക്ക് യാത്രയാവും. ചെറുകുടലിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചെറുകുടലിലൂടെ പോകുന്ന ഭക്ഷണം ചെറുകുടലിന്റെ ഉള്ളിലുള്ള പ്രത്യേക തരത്തിലുള്ള ചില ആവരണങ്ങൾ രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. അപ്പൊ കഴിച്ച ഭക്ഷണം 4 മണിക്കൂർ മുതൽ 6 മണിക്കൂറുകൾക്കുള്ളിൽ ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് യാത്രയാവും. ചെറുകുടലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രക്തം അതിനെ മുഴുവൻ വലിച്ചെടുക്കും. ഈ ചെറുകുടലിന്റെ നീളത്തിലെന്നറിയോ? മനുഷ്യന്റെ ശരീരത്തിലെ ചെറുകുടലിന്റെ നീളത്തിലെന്നറിയോ? അതെങ്കിലും പറയാമോ? ചെറുകുടൽ ഏകദേശം എത്ര അടി നീളം ഉണ്ടാവും? അല്ല, ഒത്തൊരു മനുഷ്യൻ ഏഷ്യക്കാരന്റെ പരമാവധി പൊക്കം 6 അടിയാണ്. ഒരു ഏഷ്യക്കാരൻ അല്ലേ? 6 അടി എന്ന് പറഞ്ഞാൽ എന്റെ പൊക്കത്തേക്കാൾ 2 ഇഞ്ച് കൂടുതലുണ്ടാവും. 6 അടി പൊക്കമാണ് ഒരു ഏഷ്യക്കാരന്റെ പരമാവധി പൊക്കം. അങ്ങനെയാണെങ്കിൽ 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ചെറുകുടലിന് എത്ര അടി നീളം ഉണ്ടാവും? ഏകദേശം ഒരു നമ്പർ അല്ലേ? 6 അടി പൊക്കമുള്ള ഒരാൾക്ക് ഉള്ളിലുള്ള ചെറുകുടലിന്റെ നീളം 6 അടിയേക്കാൾ കൂടുതലായിരിക്കും, കുറവായിരിക്കും? കൂടുതലോ കുറവോ? കൂടുതലാണ്. 6 അടി കൂടുതലായിരിക്കും. എന്തായാലും എത്ര ഉണ്ടാവും? കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്ന അറിയാൻ വേണ്ടിയാണ്. 6 അടിയേക്കാൾ കൂടുതലാണ്. എത്ര ഉണ്ടാവും? ഒരു 10 അടി.
അല്ലേ? ആറടി പൊക്കമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആമാശയം കഴിഞ്ഞാൽ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്ന ചെറുകുടൽ വലിച്ചു നീട്ടിയാൽ 18 അടി മുതൽ 22 അടി വരെ നീളം ഉണ്ടാവും. 18 അടി മുതൽ 22 അടി വരെ. അതായത് നമ്മുടെ 3 ആളുകളുടെ, എന്റെ ഹൈറ്റിൽ 6 അടി പൊക്കമുള്ള ഒരാൾ 3 പേര് തലയ്ക്ക് മുകളിൽ കയറി നിന്നാലേ ആ 3 പേര് മൊത്തത്തിൽ അയാളുടെ തല തൊട്ട് ഈ താഴത്തേക്കുന്ന ആളുടെ കാല് വരെ നീളമുണ്ട് ചെറുകുടലിന്. എന്നിട്ട് അതിന്റെ പേര് ചെറുകുടൽ. അതെനിക്ക് മനസ്സിലാകത്തില്ല, നമ്മളുടെ പേരാണല്ലോ. എന്നിട്ട് അതിങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ്. ആമാശയം കഴിഞ്ഞാൽ പിന്നെ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ചെറുകുടലിൽ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്നത്? ആമാശയത്തിൽ നിന്നും ദഹിച്ച ഭക്ഷണം ചെറുകുടലിലൂടെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രക്തം അതിന് മുഴുവനും വലിച്ചെടുക്കുന്നത്. അത് രക്തത്തിന് വലിച്ചെടുക്കണമെങ്കിൽ മുഴുവനും വലിച്ചെടുക്കാനുള്ള സമയം കിട്ടണം. സമയം കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് പതുക്കെ പോകാൻ പാടുള്ളൂ. പതുക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നീളം കൂട്ടിയിട്ട് ചുരുട്ടി കൂട്ടിയിട്ടാൽ മതി. ചില ഓട്ടോറിക്ഷക്കാർ ടൗണിൽ പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ വിളിച്ചാൽ കൊണ്ടുവന്നിട്ടില്ലേ? ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് 5 മിനിറ്റ് എത്ര കേസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കറങ്ങി തിരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്ലേ? ഓട്ടോറിക്ഷക്കാരെ മൊത്തത്തിൽ പറയല്ലോ കേട്ടോ. മനുഷ്യന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനാവാത്ത 3 കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാവാത്ത, പ്രവചിക്കാനാവാത്ത 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ മരണം എപ്പം നടക്കും പ്രവചിക്കാനാവില്ല. ഈ കുടുംബ സംഗമത്തിൽ അങ്ങനെ ഒരു ദുർബലത അല്ലെ? അങ്ങനെ മനുഷ്യൻ ദുർബലനായ പഠിക്കപ്പെട്ടത് അല്ലെ? ആ ദൗർബല്യത്തിൽ ഒന്നാമത്തേത് എന്റെ മരണത്തെ എനിക്ക് നിയന്ത്രിക്കാനാവില്ല എന്നുള്ളതാണ്. നടന്നു പോകുന്ന വഴിക്കാകാം, നിൽപ്പിനാകാം. വിവാഹത്തിന്റെ ദിവസത്തിൽ സദസ്സിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു സബ് ഇൻസ്പെക്ടർ മരിച്ചു വീഴുന്ന രംഗം നമ്മൾ പണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. പാടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വീഴാണ്, മറിഞ്ഞു കിട്ടിയങ്ങ് വീഴാണ്, കഴിഞ്ഞു. എപ്പോൾ നടക്കുമെന്ന് അറിയില്ലാത്തൊരു പ്രതിഭാസമാണ് മരണം. എപ്പോൾ നടക്കുമെന്നറിയില്ല. 2, ഒരിക്കലും പ്രവചിക്കാനാവാത്ത രണ്ടാമത്തെ വിഷയം, നിങ്ങളൊരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ഉമ്മയായാലും പെങ്ങളായാലും ഭാര്യയായാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് അപ്പോൾ അവരെന്ത് ചിന്തിക്കുന്നു എന്നത് ഒരിക്കലും പെണ്ണിന്റെ മുഖത്ത് വായിച്ചെടുക്കാനാവില്ല, പ്രവചിക്കാനാവില്ല. പുരുഷന്മാരാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് വിട്ടുപോയല്ലോ, ഇങ്ങോട്ട് വാ എന്ന് പറയാം. സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളിപ്പോ എന്താ ചിന്തിക്കുന്നു എന്നുള്ള ഒരു പിടുത്തം കിട്ടൂല. അതാണ് സ്ത്രീ സൈക്കോളജി. 3, നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവാത്ത മൂന്നാമത്തെ കാര്യം, ഈ ഓട്ടോറിക്ഷ എപ്പോഴും തിരിയുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നിൽക്കുന്ന ഓട്ടോറിക്ഷയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ എപ്പോഴും അപ്പം തിരിയാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നീട്ടിപ്പരത്തി വളച്ച് തിരിച്ചു കൊണ്ടുപോകുന്നതിന്റെ പുറകിൽ എന്തുണ്ട്? കൂടുതൽ സമയം എടുക്കലുണ്ട്. ഈ കൂടുതൽ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ചെറുകുടലിൻ്റെത്. അങ്ങനെയാണെങ്കിലാണ് കഴിച്ച ഭക്ഷണം മുഴുവനും ഊറ്റി വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടില്, ഞാൻ എറണാകുളം സ്വദേശിയാണ്. എറണാകുളത്ത് ഞങ്ങൾ ഈ പത്തിരിക്കൊപ്പം തേങ്ങാപ്പാല് കഴിക്കലുണ്ട്. ഇവിടെ ഉണ്ടാവുന്നത്? ഇവിടെ ഇല്ലല്ലോ. ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. പിന്നെ തൃശ്ശൂര്, എറണാകുളം, ആലപ്പുഴ, ഞാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ യാത്രകൾക്കിടയിൽ പലപ്പോഴും പത്തിരി കഴിക്കാൻ ചെല്ലുമ്പോൾ, പത്തിരി വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ഈ തേങ്ങാപ്പാൽ ഉണ്ടാവില്ല. കൊല്ലത്ത് കുറച്ച് ഭാഗത്തുണ്ട്, പത്തനംതിട്ടുണ്ട്, പിന്നെ കോട്ടയത്തുണ്ട്, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂരൊക്കെ പത്തിരിയോടൊപ്പം തേങ്ങാപ്പാലുണ്ടാവും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് പത്തിരിയുടെ കട്ടിയും കൂടും, തേങ്ങാപ്പാലും ഉണ്ടാവില്ല. എന്നാൽ വേറെ വെറൈറ്റി സാധനങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ പോയ ചില സ്ഥലത്തൊക്കെ അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പത്തിരി പിന്നെ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ മുക്കിയൊന്ന് സോഫ്റ്റ് ആക്കിയിട്ടാണ് പിന്നെ ബീഫൊക്കെ കറിയൊക്കെ ഒഴിക്കുക. അപ്പൊ ഞങ്ങൾ കഴിച്ചു കുടിക്കുമ്പോൾ തേങ്ങാപ്പാൽ തീർന്നു കഴിഞ്ഞാൽ, തേങ്ങാപ്പാലിന് ഭയങ്കര ചെലവാണ്. അപ്പൊ ഉമ്മ വിളിച്ചുമ്പോ തേങ്ങാപ്പാൽ വേണമെന്ന് പറയും. ഉമ്മ എന്താ ചെയ്യാന്നറിയോ? ഈ പാത്രം, തേങ്ങാപ്പാലിന്റെ പാത്രം എടുത്തോണ്ട് അകത്തോട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തേങ്ങാപ്പാലിട്ട് വരും. അതിങ്ങനെ ഒഴിച്ച് കൂട്ടുമ്പോ ആദ്യം കൊണ്ടുവന്ന തേങ്ങാപ്പാലിന്റെ അത്രയും സുഖം ഉണ്ടാവില്ല രണ്ടാമത് തോന്നുന്നത്. എന്താ കാരണം? അവിടെ പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് തേങ്ങാപ്പീൻ്റെ അടുത്ത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ പിഴിയിലാണ്, പിന്നെ കൊണ്ടുവരും. അങ്ങനെ അത് തീർക്കും. അത് പ്രത്യേകിച്ച് പുട്ടൊക്കെ പറയാൻ വേണ്ട. പുട്ടിലേക്കൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ സിമെന്റിലോട്ട് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്, വലിഞ്ഞു പോലെ. അങ്ങനെ രണ്ടാമതും തീർന്നു കഴിയുമ്പോൾ ഉമ്മ തേങ്ങാപ്പാല് എന്ന് പറയും. അനന്ത പോനെ സ്വയമല്ലേ അന്നെടുത്തിട്ട് പോകും, പിന്നെ കൊണ്ടുവരും. ഈ മൂന്നാമത്തെ തേങ്ങാപ്പാല് കാണുമ്പോൾ പിന്നെ നമ്മൾ പറയും, ഉമ്മ ഇനി തേങ്ങാപ്പാല് വേണ്ട, മതി എന്ന് നമ്മൾ പറയും. എന്താ കാരണം? എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ആ തേങ്ങ പിഴിഞ്ഞ തേങ്ങയുടെ അവസ്ഥ ഉണ്ടല്ലോ, അതൊന്ന് കണ്ടു നോക്കണം. ഊറ്റി പിഴിഞ്ഞ് ഇനി ഒന്നും ഉണ്ടാവില്ല ബാക്കി. ഇതേ പരിപാടിയാണ് ഫുഡിനെ ചെറുകുടലിൽ വെച്ച് ചെറുകുടലെടുക്കുന്നത്. അങ്ങനെ ഇവിടെ പിഴിഞ്ഞ് ഊറ്റി വലിച്ച് എന്തൊക്കെ അധികം ഊറ്റാൻ പറ്റുമോ ഇത് മുഴുവൻ ഊറ്റിയെടുക്കും. ഈ പ്രോസസ് നടക്കുന്നത് 8 മണിക്കൂർ കൊണ്ടാണ്. ആമാശയത്തിൽ ഇങ്ങനെ വിട്ടാലുണ്ടല്ലോ പിന്നെ 2 മണിക്കൂറുകൾക്കുള്ളിൽ, എന്നിട്ട് മൊത്തത്തിൽ 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ ആമാശയത്തിൽ ദഹനം നടക്കും. അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ മൊത്തം കഴിച്ച സമയം മുതൽ 8 മണിക്കൂറുകൾക്കുള്ളിൽ രക്തത്തിലേക്ക് മുഴുവനും വലിച്ചെടുത്തിട്ടുണ്ടാവും. പിന്നെ വരുന്നത് വേസ്റ്റാണ്. ആ വേസ്റ്റ് നേരെ വൻകുടലിലേക്ക് തട്ടും. വൻകുടലിലൂടെ ഇത് 2 മണിക്കൂർ ട്രാവൽ ചെയ്യും.
പിന്നെ മൊത്തം കണക്ക് നോക്കിയാൽ 10 മണിക്കൂർ. ആദ്യം കഴിച്ച ഭക്ഷണം 10ാമത്തെ മണിക്കൂറിൽ വിസർജനത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. അതാണ് അതിന്റെ കണക്ക്. 2 വിഷയങ്ങളിൽ പറയാനുണ്ട്. ഒന്ന്, ചെറുകുടലിലൂടെ യാത്രയാകുന്ന ഭക്ഷണം വളരെ സ്ലോവിൽ പോകണം. പതുക്കെ പോയാലാണ് ചെറുകുടലിന് ഇത് ഊറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഊറ്റിയെടുക്കുന്ന ഭക്ഷണം മുഴുവനും രക്തത്തിലെത്തും. എന്ത് കഴിച്ചാലും അവസാനം രക്തത്തിലെത്തും. അത് നല്ലത് കഴിച്ചാലും മോശം കഴിച്ചാലും വിഷമുള്ളിപ്പോയാലും ഒക്കെ രക്തത്തിലെത്തും. അങ്ങനെയാണ് നല്ലതിന് നല്ല ഗുണവും വിഷാംശമുള്ളതിന് സൈഡ് എഫക്റ്റും ഒക്കെ വരുന്നത്. അവിടെ രക്തത്തിന് ഒരു വിവേചന ശേഷിയൊന്നുമില്ല. ഇത് നമ്മുടെ ബോഡിക്ക് പറ്റാത്ത സാധനമാണല്ലോ, ഇത് വലിച്ചെടുക്കണ്ട, ആ പരിപാടിയില്ല. എല്ലാം മിക്സ് ആയിട്ട് വരും. ഈ തേങ്ങാപ്പാല് പിഴിയുന്നത് പോലെ എന്തിനെന്നുള്ളത് വേറെ വിഷയം. ഊറ്റിയെടുക്കുക, ഊറ്റി വലിച്ചെടുക്കുക. അത് പിഴിഞ്ഞു കൊടുത്ത സാധനത്തിന് മറ്റേ ക്വാളിറ്റി ഉണ്ടാവോ? ആദ്യം കൊടുത്ത പോലെയല്ലോ ഇപ്പൊ ഉള്ളത്. ഇതൊന്നൊരു വിഷയമല്ല. ഉമ്മ തേങ്ങാപ്പാല് പിഴിയുന്ന പോലെയാണ് ഈ ചെറുകുടലിൽ ഈ ഭക്ഷണത്തെ ഊറ്റിയെടുക്കുന്നത്. ഊറ്റി 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 വലിച്ചെടുത്ത ഭക്ഷണം അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി നിങ്ങളുടെ രക്തത്തിലെത്തും. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. നമ്മുടെ മക്കളും രക്തവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ രക്തമാണ്. ഇങ്ങനെ ഈ രക്തം വളം കൊടുത്ത് വളർത്തുന്ന സ്ത്രീ പുരുഷാണുക്കൾ, സ്പെർമറ്റോജെനസിസ് എന്നൊരു പ്രോസസ് ഉണ്ട് മനുഷ്യ ശരീരത്തിൽ പുരുഷാണുക്കളുടെ നിർമ്മിതിക്ക് കാരണമാകുന്ന പ്രോസസ്സാണ് സ്പെർമറ്റോജെനസിസ്. ഊജെനസിസ് എന്നൊരു പ്രോസസ് ഉണ്ട് സ്ത്രീ ശരീരത്തിൽ പുതിയൊരു തലമുറയ്ക്ക് കാരണമാകുന്ന സ്ത്രീ അണുക്കളുടെ നിർമ്മിതിക്ക് കാരണമാകുന്ന പ്രോസസ്, അതിന്റെ പേരാണ് ഊജെനസിസ്. ഈ സ്പെർമറ്റോജെനസിസിലും ഊജെനസിസിലും നിർണായകമായ ഒരു വളം കൊടുക്കൽ ആവശ്യമാണ്. ആ വളം കൊടുക്കുന്നത് ഈ രക്തമാണ്. MBBS പഠിക്കുന്ന മക്കളുടെ 3ാം വർഷത്തെ എംബ്രയോളജി ടെക്സ്റ്റിൽ കാണാം, blood is an integral part in the process of spermatogenesis and oogenesis. സ്പെർമറ്റോജെനസിസ് എന്ന പുരുഷ ശരീരത്തിലെ പുരുഷാണുക്കളുടെ നിർമ്മിതിയിലും oogenesis എന്ന സ്ത്രീ ശരീരത്തിലെ സ്ത്രീ അണുക്കളുടെ നിർമ്മിതിയിലും blood is an integral part. രക്തം ഒരു നിർണായക ഘടകമാണ്. പലരും രക്തത്തിൽ നിന്നാണ് മക്കൾ ഉണ്ടാകുന്നത് പറയും. അങ്ങനെയല്ല. രക്തം വളം കൊടുത്ത് വളർത്തുന്ന സ്ത്രീ പുരുഷാണുക്കൾ, അതിൽ നിന്നാണ് മക്കൾ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്. നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലുമായിക്കൊണ്ട് ചിന്തിക്കുന്ന മക്കളെ വേണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം 100% ഹലാലായിരിക്കണം. ഹറാമിന്റെ അംശം രക്തത്തിൽ കലർന്നാൽ, ഹറാമ് കലർന്ന രക്തം വളം കൊടുത്ത് വളർത്തി വരുന്ന സ്ത്രീ പുരുഷാണുക്കൾ, കേട്ടോ അത്ഭുതമാണ്, ഒരൊറ്റത്തവണത്തെ സ്ഖലനത്തിലൂടെ പുറത്തു വരുന്ന പുരുഷദ്രവത്തിലുള്ള പുരുഷാണുക്കളുടെ എണ്ണം 50 കോടിയാണ്. ചുരുങ്ങിയത് 50 കോടി പുരുഷാണുക്കളാണ് 6 മില്ലിലിറ്റർ വരുന്ന ഒരു സ്ഖലനത്തിൽ ഒരു ദ്രവത്തിലുള്ളത്. ഈ 50 കോടി പുരുഷാണുക്കളും യാത്രയാവുകയാണ്. എന്തിനെ തേടി? ഒരു സ്ത്രീ അണുവിനെ തേടി. ഒരു മാസത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആകെ ഉണ്ടാകുന്നത് ഒരേ ഒരു സ്ത്രീ അണു മാത്രം. അത് വലതുവശത്തെ ഓവറിൽ നിന്ന് ഈ മാസം ഉണ്ടായാൽ പിന്നത്തെ മാസം ഇടത്തെ ഓവറിൽ നിന്നുണ്ടാവും. ഒരേ ഒരു ഓവം മാത്രം, ഒരേ ഒരു സ്ത്രീ അണു മാത്രം. അതിന് ലക്ഷ്യം വെച്ച് പോകുന്നത് 50 കോടി പുരുഷാണുക്കൾ. ഈ 50 കോടിയിൽ ഏറ്റവും മുന്നിൽ വന്ന പുരുഷാണു, ആ ഓട്ട മത്സരത്തിൽ ജയിച്ച പുരുഷാണുക്കളാണ് ഈ നമ്മളൊക്കെ. നമ്മൾ ചില്ലറക്കാരൊന്നുമില്ല. നമ്മൾ 50 കോടി ആൾക്കാർ പങ്കെടുത്ത ഓട്ട മത്സരത്തിൽ ജയിച്ച ആൾക്കാരാണ് അല്ലേ? ഞാനല്ലാത്തൊരു സ്പോമായിട്ട് മാറേണ്ട ഒന്നാണെങ്കിൽ ഞാനല്ലാത്ത ആളാവും അല്ലേ? നമ്മൾ 50 കോടി ആൾക്കാർ പങ്കെടുത്ത മാരത്തോൺ റേസിൽ ഏറ്റവും മുന്നിൽ വന്നവരാ. അങ്ങനെ മുന്നിൽ വരുന്ന ആ ഒരു സ്പോം, ആ ഒരു ഓവവുമായിട്ട് ചേർന്ന് അതിൽ മക്കളുണ്ടാവും. 50 കോടിയിൽപ്പെട്ട ഒരെണ്ണം പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് അതിന് ഒരു ഗുണം ഉണ്ടാകുന്ന മകനാവേണ്ട സാധനം മുന്നിൽ വന്നു കിട്ടിയ രക്ഷപ്പെട്ട്. ഇനി അതല്ല 50 കോടിയും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളാവേണ്ടവരാണെങ്കിലോ ഒന്നും പേടിക്കാനില്ല. ഏതായാലും പ്രശ്നമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത്രത്തോളം മനസ്സിനെ ശുദ്ധമാക്കണം എന്ന് മതം പഠിപ്പിക്കുന്നതിന് കാരണം അതാണ്. ലക്ഷ്യം സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളായിരിക്കണം. കേവല സൗകര്യങ്ങളും കേവല സുഖങ്ങളുമല്ല. ഇനി അതല്ല, ജീവിതത്തിലുടനീളം ആ സൂക്ഷ്മതയുള്ളവർക്ക് ഒന്നും പേടിക്കാനില്ല. 50 കോടിയും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളാകേണ്ടവരാണ്. ആ ഒരുണ്ടാകുന്ന ഒരൊറ്റ ഓവം, ഒരു സ്ത്രീയിൽ ഒരൊറ്റ ഓവം ഉള്ളൂ. അതൊരു സ്വാലിഹാത്തായ ഉമ്മയുടെ ഓവം ആണെങ്കിൽ പേടിക്കണ്ട. ഒരെണ്ണുള്ളൂ. മറ്റത് 50 കോടിയിൽ ഏതെങ്കിലും ഒരെണ്ണൊക്കെ രക്ഷപ്പെട്ട് ഫ്രണ്ടിൽ വന്നാൽ രക്ഷപ്പെട്ടു കൂടാക്കില്ല. അതുകൊണ്ട് തന്നെ മതം വളരെ കൃത്യമായി പഠിപ്പിച്ചു, നിനക്ക് ജനിക്കാനിരിക്കുന്ന മക്കളോട് ഒരു ബാധ്യതയുണ്ട്. പുരുഷന്മാരെ വിളിച്ചിട്ട് മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിനക്ക് ജനിക്കാനിരിക്കുന്ന മക്കളോട് ഒരു ബാധ്യതയുണ്ട്. ജനിക്കാൻ പോകുന്ന മക്കളോടൊരു ബാധ്യതയുണ്ട്. നമ്മൾ പണ്ട് പറയാറില്ലേ, പിള്ളേരൊക്കെ നോക്കിയിട്ട്, എടാ നീയൊക്കെ ഞരമ്പിലൂടുമ്പോൾ ഞങ്ങൾക്ക് വരമ്പിലൂടുണ്ട്. മനസ്സിലാണല്ലോ?
ഞങ്ങൾക്ക് വരമ്പിലിടുമ്പോ നീക്ക് ഞരമ്പിലൂടെ മാമാമാര് അമ്മമാരൊക്കെ പറയാറുണ്ടല്ലോ, അമൃത് കളിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾക്ക് വരമ്പിലിടുമ്പോ നീക്ക് ഞരമ്പിലൂടെ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആകേണ്ട, അങ്ങനെ ഞരമ്പിലോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കൂ, സ്വാലിഹത്തായ ഒരു ഉമ്മയെ അവർക്ക് കൊടുക്കുക എന്ന ബാധ്യതയാണ് ജനിക്കാനിരിക്കുന്ന മക്കളോടുള്ള നിന്റെ ബാധ്യത. സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഒരൊറ്റ ഓവം ഒരു സ്വാലിഹത്തായ ഉമ്മയുടേതായിരിക്കണം. ഇത് പുരുഷന്മാർക്കുള്ള താക്കീതാ. നോക്കൂ എത്ര സുന്ദരമാണ്. അപ്പൊ അങ്ങനെ മക്കളെ വളർത്തി വലുതിയാക്കി എടുക്കുന്നതിൽ അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആകുന്ന വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രതിഭാസം ഹൃദയവും തലച്ചോറുമാണ്. ആ ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലുമായിക്കൊണ്ടുള്ള മക്കളെ നമുക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഇതിങ്ങനെ ആവണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, അനുഭവിക്കുന്ന സ്വത്ത് ഇതൊക്കെ ഹലാലായിരിക്കണം. ഹറാമായ അംശം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടില് പാനായിക്കുളം എന്നൊരു സ്ഥലമുണ്ട്. പാനായിക്കുളം, ആലുവക്കരത്ത് പാനായിക്കുളം. പാനായിക്കുളം ബാപ്പു മുസ്ലിയാർ ഒരു വലിയ മഹാനാണ്. അവരുടെ പിതാവ് മഹാനായ മർഹൂം പുതിയാപ്ല അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പുതിയാപ്ല അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഹാനവർകൾ കണ്ണൂരിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും വടക്കുന്നൊക്കെ പിന്നെ കോഴിക്കോട് മലബാർ ഏരിയ എന്നൊക്കെ വിവാഹം കഴിച്ചാൽ മരിക്കോളം പുതിയാപ്ലയാണ്. വലിയ സന്തോഷം. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയൂല, ആ കാരണവരെ കൊണ്ടുപോയി എന്ന് പറയുള്ളൂ, അല്ല മറ്റേ ഇന്നയാളുടെ പുതിയാപ്ലനെ കൊണ്ടുപോയി എന്ന് പറയുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെയൊക്കെ പുതിയാപ്ലയാണ് എപ്പോഴും. മഹാനവർകൾ പുതിയാപ്ല അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മഹാനവർകളുടെ വീട്ടില് വേലിയോട് ചേർന്ന്, ഈ കാണുന്ന പോലെ ഒരു വേലി ഉണ്ടായിരുന്നു വീടിന്റെ പറമ്പ്. ആ കുടിക്കുള്ളിൽ കുടിയോട് ചേർന്നൊരു വേലി, ആ വേലിയോട് ചേർന്ന് കൃത്യം പറഞ്ഞത് ഇപ്പൊ ആ അടയ്ക്കാമരുണ്ടല്ലോ, ആ കവുങ്ങ് നിൽക്കുന്നത് പോലെ വേലിയോട് ചേർന്ന് ഒരു തെങ്ങുണ്ടായിരുന്നു. ഈ തെങ്ങിൽ നിന്ന് എപ്പോ തേങ്ങ വീണാലും അതിന്റെ പകുതി പുറത്ത് കൊടുക്കും. 2 തേങ്ങ വീണാൽ 1 തേങ്ങ കൊടുക്കും. 1 തേങ്ങ വീണാൽ അതിന്റെ പകുതി കൊടുക്കും. മടൽ വീണാൽ അതിന്റെ പകുതി കൊടുക്കും. 2 വീണാൽ 1 കൊടുക്കും. എപ്പോ വീണാൽ ഇങ്ങനെ തന്നെ സൂക്ഷ്മത. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ ഇത് എന്തിനാണ് ഇത്രയും? അയൽപക്ക മര്യാദയാണെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ പോരെ, അതല്ല ഇത്രയും പകുതിയാക്കി കൊടുക്കണോ എന്ന് ചോദിക്കുമായിരുന്നു. മഹാനവർകൾ പറഞ്ഞ മറുപടി, അത് എന്റെ വേലിയാണ്, സംശയമൊന്നുമില്ല. ആ തെങ്ങ് എന്റേതാണ്, സംശയമില്ല. എന്റെ കുടിയിലാണ്, സംശയമില്ല. പക്ഷെ അത് എന്റെ കുടിയിൽ, എന്റെ പറമ്പിൽ, എന്റെ തെങ്ങ്, എന്റെ വേലിക്കുള്ളിൽ, എന്റെ വേലിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അതിന് വളരെ ആവശ്യമായ വെള്ളവും എന്റെ അയൽവാസിയുടെ പറമ്പിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്, ഉറപ്പാണ്. അതുകൊണ്ട് അതിന്റെ പകുതി അവകാശം അവനാണ്. നോക്കൂ, ഈ സൂക്ഷ്മതയിൽ പിറന്ന മകനാണ്. ഈ സൂക്ഷ്മശാലികൾക്ക് അല്ലാഹു തആല അവരുടെ രക്തത്തിലൂടെ സമ്മാനം കൊടുത്ത മക്കൾ മഹാനായ പാനായിക്കുളം ബാപ്പു മുസ്ലിയാർ മഹാനവർകളെ പോലെ വലിയ മഹാന്മാരെ അല്ലാഹു തആല കൊടുത്തു. വലിയ സന്തോഷം ദുനിയാവിൽ കൊടുത്തു, ആഖിറത്തിലും അദ്ദേഹത്തിന് സന്തോഷിക്കാൻ അവസരം കൊടുക്കുകയാണ്. അപ്പൊ സമ്പാദിക്കുന്ന പണത്തിൽ സൂക്ഷ്മത വേണം. അവകാശം തടഞ്ഞു വെച്ച മുതൽ ഹറാം എന്ന് വളരെ വ്യക്തമായി മതം പഠിപ്പിച്ച ഭക്ഷണ പാനീയങ്ങൾ, മോഷ്ടിച്ച മുതൽ, പൊരുത്തമില്ലാത്ത മുതൽ, ഇതൊന്നും നമ്മുടെ രക്തത്തിലുണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്നാൽ മക്കളിലൂടെ പരീക്ഷണം ഉണ്ടാകും. ഇതാണ് മെറ്റാഫിസിക്കൽ വേൾഡ്. കൺസൾട്ടേഷൻ കേസ് ഞങ്ങൾക്ക് വന്നാൽ, കുട്ടികളോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോട് വന്നാൽ ഞങ്ങളിങ്ങനെ പുറകോട്ട് ഹിസ്റ്ററി എടുക്കും. ഉപ്പ വല്ലുപ്പ ഗ്രാൻഡ് പാരന്റ്സ് വരെയും ഹിസ്റ്ററി എടുക്കും. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോട് ചോദിക്കും. അപ്പോൾ ക്ലയൻസ് ചിന്തിക്കും, ഇയാൾ ഈ കുട്ടി വല്ലപ്പോഴും കഞ്ചാവ് വലിക്കും, അതിനു വേണ്ടിയിട്ട് ഇവനെ ഇവിടെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നാണ്, എന്തിനാണ് ഇപ്പൊ ഇതിനും മാത്രമൊക്കെ ഹിസ്റ്ററി എടുക്കുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. നമ്മുടെ വിഷയം അതല്ല, അതിന്റെ യഥാർത്ഥമായ കാരണം കിടക്കുന്നത് വേറെ എവിടെയോ. ഇതാണ് മെറ്റാഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആവും. അത് കറക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തി കൊടുക്കും. അതിന് ശരീരം നോക്കേണ്ടി വരും, ശാസ്ത്രം നോക്കേണ്ടി വരും. അത് ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രശ്നം സോൾവ് ആവും. ഇതാണ് അതിന്റെ അത്ഭുതം. അങ്ങനെ പ്രശ്നങ്ങൾ മക്കളെ കൊണ്ട് സന്തോഷിക്കണോ? നാളെ നമ്മൾ പിരിഞ്ഞാലും നമുക്ക് വേണ്ടി ഇങ്ങനെ സംഗമങ്ങൾ നടത്താൻ പറ്റിയ മക്കൾ വേണം. വല്ലപ്പോഴൊക്കെ കബറടക്കപ്പെട്ട പള്ളിയുടെ ഓരത്തുകൂടി സൈക്കിളിനോ സ്കൂട്ടറിനോ കാറിനോ പോകുമ്പോ ഈ പള്ളിക്കാട്ടിലാണ് എന്റെ ഉമ്മ കിടക്കുന്നത്, അസ്സലാമു അലൈക്കും യാ ഉമ്മീ എന്ന് പറയുമ്പോ ഹൃദയത്തിൽ നിന്ന് വരികയും കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ അഖീ, ഇതൊക്കെ പറയാൻ പറ്റിയ ആൾക്കാർ വേണം. അങ്ങനെ നമ്മുടെ ഖൽബ് ഈ പറഞ്ഞതുപോലെ ബന്ധങ്ങൾ നിലനിർത്തുന്ന വിഷയത്തിൽ പിരിഞ്ഞു പോയാലും ആ ലോകത്തെ ആലോചിച്ച് വിഷമിച്ച് അവർക്ക് വേണ്ടി ഹൈറുകൾ ചെയ്യുന്ന അവസ്ഥയിൽ എത്തണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഹൃദയം മുന്നിലായിരിക്കണം. തലച്ചോറ് പുറയിലും വേണം. തലച്ചോറ് ഇല്ലാതിരിക്കരുത്. തലച്ചോറില്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകും. കുറച്ചൊക്കെ തലച്ചോറും പുറയിലും വേണം. ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചാൽ ഒന്നാമത്തെ ഗുണം, ഒരു കുടുംബ ബന്ധവും ഇല്ലാതാവില്ല.
എന്ത് സംഭവിച്ചാലും യുക്തിയല്ല, അവിടെ വൈകാരികമായ വിഷയങ്ങൾ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും കുടുംബ ബന്ധം ചേർക്കുക എന്നല്ലേ. ചേർക്കുക എന്ന് വെച്ചാൽ തെറ്റിച്ച ആൾക്കാരെ പോയിട്ട് അങ്ങോട്ട് കാണാന്നുള്ളതാണ്. ഒരാൾ തെറ്റിച്ചു, ചേർക്കൽ എങ്ങനെ? ഒരാൾ തെറ്റിന്ന് വീണ്ടും ചെല്ലുക, അങ്ങനെ ചേർക്കാൻ പറയാം. തെറ്റിയാൾ വരാൻ സാധ്യത കുറവാണ് അല്ലേ. തെറ്റി പിന്നെയും ചെല്ലുക, എന്നിട്ട് സംസാരിക്കുക, അതാണ് ചേർക്കൽ. അങ്ങനെ പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഹൃദയം മുന്നിലാവണം. അങ്ങനെ എനിക്കതിന് പറ്റുന്നില്ല. ആ കേസ് എന്ത് ചിന്തിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല, എനിക്ക് ഒക്കുന്നില്ല, എന്റെ മനസ്സൊക്കെ ആകുന്നില്ല എന്ന് വെച്ചാൽ തലച്ചോറ് മുന്നിൽ കയറിയിട്ടുണ്ട്. ചില സമയത്ത് ഇവന്മാർ രണ്ടുപേരും കൂടി ഇങ്ങനെ സൈഡിലായിരിക്കും. ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റും, ചിന്തിച്ചു നോക്കും. ഈ സൈക്കിൾ ഒരാൾ ഫ്രണ്ടിലിരിക്കണം, അവൻ ഇരിക്കണം, അതേ പൊസിഷൻ ഇപ്പുറത്തിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? എന്തായാലും ഒന്നിച്ച് പോകാൻ പറ്റില്ല. ഒന്നുകിൽ നീ മുന്നിൽ ഞാൻ പുറകിൽ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, പുറകിലേക്ക് ഞാൻ മുന്നിലേക്ക്, അല്ലെ? രണ്ടും തന്നെയല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ പോകാൻ പറ്റിയാൽ മാത്രമാണ് സൈക്കിൾ മുന്നോട്ട് പോകുള്ളൂ. പോകുമ്പോൾ ഫ്രണ്ടിൽ ആരാകണമെന്നത് നമ്മൾ തീരുമാനിക്കണം. വളരെ സുന്ദരമാണ്, വളരെ എളുപ്പവുമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ കഴിക്കുന്ന ഭക്ഷണവും അവന്റെ മക്കളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. കഴിച്ച ഭക്ഷണം, കുടിച്ച വെള്ളം, അനുഭവിച്ച സ്വത്ത്, എല്ലാ സാധനവും വളരെ കണക്റ്റഡ് ആണ്. ഹറാമായ പണം കൊണ്ട് ഞാനൊരു ഫാൻ മേടിച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് ഞാൻ ഫാനിന്റെ കാറ്റുള്ളതാണ്. ഇതെങ്ങനെ രക്തമായിട്ട് കണക്റ്റാകുന്നു? കുടിക്കുന്നതും കഴിക്കുന്നതും മാത്രമല്ല, ഞാൻ ചൂടെടുത്തിരിക്കുമ്പോൾ എന്റെ ശരീരം തണുപ്പിക്കാൻ ഫാൻ ഉപയോഗിച്ചാൽ എന്റെ രക്തം തണുക്കുകയാണ്. എന്റെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ വലിച്ചെടുത്തിട്ട് ആ ബോഡി ടെമ്പറേച്ചർ തണുപ്പിക്കുമ്പോൾ എന്റെ രക്തം തണുക്കുകയാണ്. അതും രക്തമായിട്ട് കണക്റ്റഡ് ആണ്. ഹറാമായ പണം കൊണ്ട് ഞാനൊരു പെർഫ്യൂം വാങ്ങിയിട്ട് അടിച്ചാൽ അതിന്റെ സ്മെല്ല് ആസ്വദിച്ചാൽ അതും രക്തമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ സ്മെല്ല്